അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഫെഡറൽ ബാങ്കിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ മൊബൈലിൽ നമുക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ബാങ്കിങ് ആപ്ലിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ല. വാട്സപ്പിലാണ് നമ്മളിത് ചെയ്യുന്നത്. വാട്സപ്പിൽ എങ്ങനെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ വാട്സപ്പിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുക. അപ്പോൾ ഇത് സേവ് ചെയ്തതിന് ശേഷം നമുക്ക് വാട്സപ്പിലേക്ക് പോകാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ വാട്സപ്പിൽ ഈ നമ്പർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ മെസ്സേജ് ആയിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മിനി സ്റ്റേറ്റ്മെൻറ്റ്, അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് കാണാം. ഇതിലെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് പീരീഡ് എന്ന് ഒരു റിപ്ലൈ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഉള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓപ്ഷൻസ് ആയിട്ട് ഇവിടെ ലാസ്റ്റ് 30 ഡേയ്സ്, 90 ഡേയ്സ്, 180 ഡേയ്സ്, ഫിനാൻഷ്യൽ ഇയർ, കറണ്ട് ഫിനാൻഷ്യൽ ഇയർ, ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ, ഇങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആവശ്യമനുസരിച്ച് ഇത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ലാസ്റ്റ് 30 ഡേയ്സ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമുക്ക് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് PDF ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പാസ്വേഡ് ഉണ്ടായിരിക്കും ഇതിന്. അപ്പോൾ ഇതിൻ്റെ പാസ്വേഡ് എങ്ങനെ നമുക്ക് കൊടുക്കാമെന്ന് ഞാൻ പറയാം. ഈ PDF ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളോട് പാസ്വേഡ് ചോദിക്കും. അപ്പോൾ പാസ്വേഡ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ നെയിമിൻ്റെ ഫസ്റ്റ് 4 ലെറ്റേഴ്സാണ്. അപ്പോൾ ഫസ്റ്റ് 4 ലെറ്റേഴ്സ് ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഡേറ്റും, അതായത് ഡേയും അതുപോലെ തന്നെ മന്തും ഇതിൻ്റെ കൂട്ടത്തിൽ ടൈപ്പ് ചെയ്ത് നമുക്ക് പാസ്വേഡായിട്ട് കൊടുക്കാം. നമ്മുടെ നെയിമിൻ്റെ ആദ്യത്തെ 4 ലെറ്റേഴ്സും ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഡേയും അതുപോലെ തന്നെ മന്തും ചേർത്ത് പാസ്വേഡ് കൊടുക്കാവുന്നതാണ്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് PDF ആയിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.